ഈ വീഡിയോ ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഫുൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഒരുപാട് റിസർച്ച് വർക്ക് ചെയ്ത് കുറേ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വളരെ രസകരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പം ത്രൂ ഔട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഇപ്പോൾ തന്നെ നാസ്ഡാക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 3.5% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇതുപോലെ ടെക്നോളജി മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്കെല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ചൈനയുടെ ഈ ഒരു ഡീപ് സീക്ക് V3 എന്ന് പറഞ്ഞ ആ ഒരു ചാറ്റ് ബോട്ടിന്റെ കടന്നുവരവിനോട് കൂടിയാണ് ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഇവർ ഈ ഒരു ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി ശരിക്കും 6 മില്യൺ തന്നെയാണോ സ്പെൻഡ് ചെയ്തത്? യഥാർത്ഥത്തിൽ അവർ 6 മില്യണിൽ ഇവരിത് സാധിച്ചെടുത്തത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ ഓപ്പൺ AI എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി, അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം എക്സ്പെൻസസ് വന്നത്? അപ്പം അതിൻ്റെ റിയാലിറ്റിയും അതിൻ്റെ ഒരു ഫാക്ട് ചെക്കാണ് നമ്മൾ നോക്കിയത്. കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഈ വീഡിയോ മറ്റുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ചാനലുകൾ ചെയ്യുന്നത് പോലെയുള്ള പ്രാഥമികമായിട്ടുള്ള പ്രൈമറി ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഇത് കമ്പാരിസണോ അല്ലെങ്കിൽ ഇത് ഡീപ് സീക്കിനെ പൊക്കി പറയാനോ അല്ലെങ്കിൽ ചൈനയെ പുകഴ്ത്താനോ അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയെ പുകഴ്ത്താനോ അല്ലെങ്കിൽ ഓപ്പൺ AI പുകഴ്ത്താനോ അല്ല ഈ ഒരു വീഡിയോ. കൃത്യമായിട്ടുള്ള ഫാക്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ സംസാരിക്കുന്നത്. ചൈന ഡീപ് സീക്കിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ കമ്പനികൾക്ക്, അമേരിക്കൻ ടെക് ജൈന്റ് ആയിട്ടുള്ള കമ്പനികൾക്കെതിരെ നടത്തിയ ഒരു യുദ്ധമായിട്ട്, ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജിക്കൽ വാർ ആയിട്ട് തന്നെ ഇതിനെ പ്രഖ്യാപിക്കാം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാര്യം ഏതാണ്ട് NVIDIA എന്ന് പറഞ്ഞ കമ്പനിക്ക് 600 മില്യൺ ആണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 51 ലക്ഷം കോടി വരും ആ ഒരു ഇന്ത്യൻ മണി കണക്കാക്കി കഴിഞ്ഞാൽ. ആ രീതിയിലുള്ള നഷ്ടമാണ് ഈ ഒരു NVIDIA എന്ന് പറഞ്ഞ കമ്പനിക്ക് മാത്രം സംഭവിച്ചിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് 4% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റ 3.7% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. മെറ്റ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള ആ ഒരു കമ്പനി, മാർക്ക് സക്കർബർഗിന്റെ കമ്പനി. 3.7% ഇടിവ് രേഖപ്പെടുത്തുന്നത്. ആൽഫബറ്റ് എന്ന് പറഞ്ഞ കമ്പനി 3.1% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ കമ്പനികളെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല. ഇത് നമ്മൾ കരുതുന്ന പോലെ ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല. ഇത് തീർച്ചയായിട്ടും ഇത് റിക്കവർ ചെയ്യപ്പെടും. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ബേസിക്കലി പ്രാഥമികമായിട്ട് ഈ ഒരു ചാറ്റ് GPT എന്ന് പറഞ്ഞ ആ ഒരു ഓപ്പൺ AIയുടെ ആ ഒരു പ്രോഡക്റ്റും ഈ ഡീപ് സീക്ക് V3 എന്ന് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റും തമ്മിൽ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തു പോകാം. കാരണം ഈ ചാറ്റ് ബോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന അനുസരിച്ചുള്ള ഉത്തരം അവർ കളക്റ്റീവ് ഓഫ് ഇൻഫർമേഷൻ GPU എന്ന് പറഞ്ഞതാണ് ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട്, ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണത് GPU എന്ന് പറയുന്നത്. നമ്മൾ CPU കേട്ടിട്ടുണ്ടാവും. CPU എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ, ഓരോ കമ്പ്യൂട്ടറിലും ഇരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് CPU. അപ്പോൾ 20 CPU ചേരുമ്പോഴാണ് ഒരു GPU ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ GPUവിനും CPU-നും ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. എന്നാലേ ത്രൂ ഔട്ട് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് GPU എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ GPU എന്ന് പറയുന്നത് ഹൈ എൻഡ് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്പാണ് GPU എന്ന് പറയുന്നത്. അപ്പം അതായത് ഒരു GPU ചെയ്യുന്ന പണി 20 CPU ചേർന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രാഥമികമായിട്ടുള്ള കാര്യം. അത് മനസ്സിലാക്കി വെച്ചോളൂ. ഈ ചാറ്റ് GPT പോലത്തെ അല്ലെങ്കിൽ ഒരു ഡീപ് സീക്ക് എന്ന് പറയുന്ന ഇതുപോലത്തെ ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതാണ്ട് 10,000 GPUs വരെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. 10,000 യൂണിറ്റ് ഓഫ് GPUs വരെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു GPU-നാണെങ്കിൽ ഏതാണ്ട് 365 ഈ ഒരു ഹൈ എൻഡ് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 365 വർഷങ്ങൾ വരെ എടുക്കും. അത്രമാത്രം അത് സ്ലോ ആയിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം GPUs നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഈ ഡേറ്റാസ് ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സായി വെളിയിൽ വരുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ എത്ര GPU വേണമെന്നുള്ളത്. ഇങ്ങനത്തെ മാസ് ഡേറ്റ പ്രോസസ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡ് ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റ് വെളിയിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 10,000-ലധികം GPUs ആവശ്യമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ GPUs പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളാണ് ഇന്റൽ എന്ന് പറഞ്ഞ കമ്പനി, NVIDIA എന്ന് പറഞ്ഞ കമ്പനി, AMD എന്ന് പറഞ്ഞ കമ്പനി. ഇതൊക്കെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികളാണ്. ഈ ഒരു GPU എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനികളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് കാഴ്ചപ്പാടും ഇതിനകത്ത് ഒരുപാട് ഗ്രോത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ടെക് മേഖലയിൽ ഈ ഒരു കമ്പനികളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗ്രോത്ത് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് NVIDIA-യുടെ 10,000-ലധികം ചിപ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓപ്പൺ AIയുടെ ചാറ്റ് GPT പോലത്തെ സംരംഭങ്ങളൊക്കെ നിലനിൽക്കുന്നത്.
അപ്പൊ ഈ ഒരു ട്രസ്റ്റ് വർത്തി കൊണ്ടാണ് ആൾക്കാർ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് ഈ ചാറ്റ് GPT തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു സാധനം ചൈനയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ, ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ്, ഇതര ചെലവുകളൊന്നും ഇല്ലാണ്ട് ആ ഒരു ഓപ്പൺ AI എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിക്ക് ചാറ്റ് GPTക്ക് മാത്രം ഏതാണ്ട് 100 മില്യൺ ആണ് അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചെലവായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ക്വാളിറ്റിയിൽ ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ചൈന മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 6 മില്യൺ ആണെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ ഞെട്ടും. ആ ഒരു പണം നിക്ഷേപിച്ച ആ ഒരു ഇൻവെസ്റ്റേഴ്സിന് വന്ന ആ ഒരു ഞെട്ടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മാർക്കറ്റിൽ ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിങ്ങനെ ഉണ്ടാവും. കുറച്ച് നാളത്തേക്ക് മാത്രമേ ഈ ഒരു അൺസ്റ്റെബിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. കാരണം ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഏതൊരു പ്രോഡക്റ്റും മാർക്കറ്റിൽ ആദ്യം വരുന്ന പ്രോഡക്റ്റിനെക്കാളും ബെറ്റർ വേർഷൻ ആയിരിക്കും പിന്നീട് വരിക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് നോക്കിയ മെയ്ഡ് ഇൻ ഫിൻലാൻഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഫോണാണോ ഉപയോഗിക്കുന്നത്? നമ്മുടെ ടെക്നോളജി ഡെവലപ്പായി ഇന്ന് അതിനേക്കാളും കൂടിയ ഹൈ എൻഡഡ് ആയിട്ടുള്ള ഫോണുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഇതിൽ തന്നെ നിൽക്കുമെന്നുള്ളത്? ഇത് തീർച്ചയായിട്ടും ഇതിലും കൂടുതൽ മുന്നോട്ട് പോകും. കൂടുതൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന മുറയ്ക്ക് ഈ ഡെവലപ്മെന്റ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇതൊരു നോൺ സ്റ്റോപ്പ് പ്രോസസ്സാണ്. അപ്പൊ ഇത് ചൈന ഇതിൽ വളരെ സക്സസ് ആയി എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊമെന്റിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി ചാറ്റ് GPTയെക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ്, അങ്ങനെ പറയാം. കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ്, അത്രേ ഉള്ളൂ. അതിലുപരിയായിട്ട് വലിയ മെച്ചപ്പെട്ടതാണെന്ന് പറയാനില്ല. അവർ ഇതിലെ ഒരു വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഓപ്പൺ സോഴ്സ്. ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന്റെ കോഡ് ഓപ്പൺലി അവൈലബിൾ ആണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മളുടെ ഓൺ ഡീപ് സീക്ക് ആയിട്ട് മാറ്റിയിട്ട് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡേറ്റ ലീക്ക്. ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു സാധനം ലീക്കായി പോകത്തില്ല. ഇത് ചൈനയിൽ ആരെങ്കിലും ചോർത്തും എന്നുള്ള പേടി വേണ്ട എന്നുള്ളതിലാണ് ഇവര് ഓപ്പൺ ആയിട്ട് ഇത് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ല. ഇതിനകത്ത് ഒരു ഹിഡൻ സീക്രട്സും ഇല്ല എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അവർക്ക് അതൊരു പ്രൂഫിന് വേണ്ടിയിട്ട് അത് ചെയ്യാം. അതുപോലെ തന്നെ തൽക്കാലം ഡീപ് സീക്കിന് സബ്സ്ക്രിപ്ഷൻ ചാർജസോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫീസോ അങ്ങനെയൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു 6 മില്യൺ ചെലവാക്കി ഉണ്ടാക്കിയ ഈ ഒരു സോഫ്റ്റ്വെയർ പൈസ ഇല്ലാതെ കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ലോങ് റണ്ണിൽ എത്രത്തോളം ചൈനയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും? ലോങ് റണ്ണിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുമോ? ഇതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പൊ തൽക്കാലം ഇവർ ഫ്രീ ആയിട്ട് കൊടുത്തു. അതുകൊണ്ട് ഇത് ഓപ്പൺ എഐക്ക് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരികയും ചെയ്തു. ഓപ്പൺ എ ഇപ്പോൾ ഒരാഴ്ചക്കെങ്കിലും അവർ തകർത്ത് കളഞ്ഞ അവസ്ഥയിലാണ് ഈ ഒരു ഡീപ് സീക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ലോങ് റണ്ണിൽ ഇത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഒരുപാട് വലിയ ബിഗ് ഡേറ്റ സെന്ററിന്റെ ആവശ്യമുണ്ട്. ഈ ഡീപ് സീക്കിന്റെ ഓണർ ആയിട്ടുള്ള ലിയാങ് വെൻഫെങ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടല്ല. ഇത് ഇയാളുടെ ഒരു ഇയാളുടെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാലും ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കമ്പനി അല്ല. ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് ഹൈ ഫ്ലയർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇതിന്റെ ബേസ് കമ്പനി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ചൈന ഈ ഒരു ഡീപ് സീക്കിന്റെ എക്സ്പെൻസസ് വെറും 6 മില്യൺ ആണെന്ന് കണക്ക് കൂട്ടിയെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചാറ്റ് GPTക്കും ഈ ഒരു ഡീപ് സീക്കിനുമുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഓപ്പൺ എ എന്ന് പറഞ്ഞ കമ്പനി ഏതാണ്ട് 100 മില്യൺ പ്ലസ് ആണ് ഇതിന്റെ ഒരു എക്സ്പെൻസസ് ബഡ്ജറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരെന്തുകൊണ്ടാണ് 6 മില്യൺ എന്ന് പറയുന്നതിനുള്ള കാരണം? യഥാർത്ഥത്തിൽ 6 മില്യൺ തന്നെയാണോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഡീപ് സീക്ക് കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ഈ വെൻഫെങ് ഇയാൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇയാൾ ബേസിക്കലി തന്നെ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിലും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു കമ്പനി ആയിട്ടാണ് ഹൈ ഫ്ലയർ എന്ന് പറഞ്ഞൊരു കമ്പനി ഓൾറെഡി തന്നെ ഫോം ചെയ്ത് അതിനകത്ത് റിസർച്ച് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് തോന്നുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ചാറ്റ് GPT പോലത്തെ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയാൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. കാരണം വേറെ ഒന്നുമില്ല, ഇവരുടെ കയ്യിൽ ഓൾറെഡി തന്നെ 10,000 NVIDIA GPU സെറ്റുകൾ ഉണ്ടായിരുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രാഥമികമായിട്ട്. അപ്പൊ ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200 മില്യൺ ഇതിന് ചെലവായിട്ടുണ്ട്. 200 മില്യൺ ചെലവായിട്ടുള്ള ഈ ഒരു NVIDIAയുടെ ചിപ്സെറ്റുകൾ 10,000-ഓളം വരുന്ന ചിപ്സെറ്റുകൾ ഓൾറെഡി തന്നെ ഈ ഹൈ ഫ്ലയർ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവർ സ്വന്തമാക്കിയിരുന്നു. അതിലൂടെ ഇവർ സൂപ്പർ കമ്പ്യൂട്ടിങ്ങും അതുപോലെ ഡേറ്റ ബാങ്ക് ഇവർ ഓൾറെഡി തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം തന്നെ ഹൈ ഫ്ലയർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് ഇവർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഹൈ ഫ്ലയർ ഇതേ സെയിം ഓണർഷിപ്പിലുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് അതായത് അഡീഷണൽ മുതൽ മുടക്കുകൾ വന്നിട്ടില്ല. കാരണം ഓൾറെഡി ഇവർ മുടക്കിയിട്ടുണ്ട് ഈ പൈസ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 100 മില്യൺ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ 200+ മില്യന്റെ ചെലവിലാണ് ഇപ്പൊ ഈ ഡീപ് സീക്ക് റൺ ആവുന്നത്. പക്ഷെ ഇത് ചൈന പുറത്ത് പറയുന്നില്ല. ചൈനയുടെ ചില കുരുട്ട് ബുദ്ധികൾ ഇങ്ങനെയാണ്. കാരണം ചൈന എന്ത് ചെയ്തു, ഒരു ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഡീപ് സീക്ക് V3 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 671 പാരാമീറ്റർ ട്രെയിനിങ് ആണ്. ഈ ഒരു 671 പാരാമീറ്റർ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ലാസ്റ്റ് 2 months ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തത് 6 മില്യൺ. ആ എമൗണ്ട് ആണ് ചൈന പുറത്തുവിട്ടിരിക്കുന്ന എമൗണ്ട്. ഡീപ് സീക്കിന് ആയ ചെലവ് 6 മില്യൺ ആണെന്ന് പറഞ്ഞിട്ട്
ഇത് വേറൊന്നും കൊണ്ടല്ല, ഈ വെസ്റ്റേൺ മാർക്കറ്റിനെ, US-ന്റെ IT മാർക്കറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചൈന മാനിപ്പുലേറ്റ് ചെയ്ത ഒരു എമൗണ്ട് ആണ് ഈ ഒരു 6 മില്യൺ. അല്ലാതെ ഇതിന്റെ എക്സ്പെൻസ് 6 മില്യൺ അല്ല, 200+ മില്യൺ ആണ് ഇതിന്റെ എക്സ്പെൻസസ്. ഇത് ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ആൻഡ് സ്റ്റഡിയിൽ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയി ഇത് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ChatGPT ക്ലെയിം ചെയ്യുന്ന എക്സ്പെൻസസ് അവരുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള കമ്പനി അതിന് വേണ്ടിയിട്ടുള്ള ചിപ്സെറ്റ്, NVIDIAയുടെ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ 10,000-ലധികം ചിപ്സെറ്റുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് പ്രാഥമികമായിട്ട് വന്ന ചെലവും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഓവറാൾ എക്സ്പെൻസസ് ആണ് ChatGPT പറയുന്ന ഈ ഒരു 100 മില്യൺ എന്ന് പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന എക്സ്പെൻസസ്. അപ്പൊ രണ്ടിനുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ കമ്പാരിറ്റീവ്ലി ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ChatGPT തന്നെയാണ് ഡീപ് സീക്കിനേക്കാളും ചെലവ് കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഡീപ് സീക്ക് 6 മില്യൺ എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അങ്ങനെ വെച്ച് 6 മില്യണും ഈ ഒരു 100 മില്യൺ ആയിട്ടുള്ള ChatGPT തമ്മിലുള്ള ആ ഒരു യൂസേജ് എക്സ്പെൻസസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 1 മില്യൺ ടോക്കൺ പ്രോസസ് ചെയ്തെടുക്കാൻ, ഇത് 1 മില്യൺ ടോക്കൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 7.5 ലക്ഷം വാക്കുകൾ, അതാണ് ഈ ഒരു 1 മില്യൺ ടോക്കൺ എന്ന് പറയുന്നത്. ആ 1 മില്യൺ ടോക്കൺ പ്രോസസ് ചെയ്യാൻ ഡീപ് സീക്കിന് 0.14 സെന്റ് ആണ് ചെലവ് വരുന്നത്. പക്ഷെ അതേസമയം ChatGPT-യിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 മില്യൺ ടോക്കൺ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ $8 ആണ്. ഈ ഒരു എക്സ്പെൻസസ് വരും. കാരണം ഇത് ബേസിക്കലി എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചൈന ക്ലെയിം ചെയ്യുന്ന 6 മില്യൺ വെച്ചിട്ടാണ് ഡീപ് സീക്കിന് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് ChatGPT-ക്ക് ആണെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്ന 100 മില്യൺ പ്ലസ് എക്സ്പെൻസസ് ആണ് വെച്ചിട്ടാണ് ഇവർക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതിലും വലിയ മിടുക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം ഹൈഫ്ലയർ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള അവർ 200 മില്യന്റെ എക്സ്പെൻസസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ അതിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഡീപ് സീക്കിന് മാത്രമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെയും NVIDIAയുടെ ഈ ഒരു 10,000 ഗ്രാഫിക്സ് GPU ഇവരെ ഉപയോഗിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഈ ഒരു ഡീപ് സീക്കിന് വേണ്ടി മാത്രം ഇവര് ഒരു സിംഗിൾ യൂണിറ്റ് പ്രോസസ്സർ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോസസ്സർ ഇവർ NVIDIA എന്നല്ല ഉണ്ടാക്കിയത്. ആ ബേസിക് പ്രോസസ്സർ ഇവർ ഉണ്ടാക്കിയത് ഇവർ AMD എന്ന് പറഞ്ഞൊരു കമ്പനി എന്നാണ് ഉണ്ടാക്കിയത്. കാരണം USA-യുമായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് ചിപ്സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ചൈനയ്ക്ക് സാങ്ഷൻസ് ഉണ്ട്. ആ ഒരു സാങ്ഷൻസ് വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് NVIDIA ഈ ഒരു ചിപ്സെറ്റ് മേടിക്കാൻ കഴിഞ്ഞില്ല. അതിന് പകരം ഇവർ ചൈനയിൽ തന്നെ ഉണ്ടായിരുന്ന AMD എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിൽ നിന്നാണ് ഇവരുടെ ബേസിക് ചിപ്സെറ്റ് ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഈ ഒരു ബേസിക് ചിപ്സെറ്റ് വർക്ക് ചെയ്യുന്നത് ബേസ് കമ്പനിയായിട്ടുള്ള ഹൈഫ്ലയർ കമ്പനിയുടെ 10,000-ലധികം NVIDIA GPU പ്രോസസിംഗ് യൂണിറ്റിൽ നിന്നാണ് ഇത് വർക്ക് ആകുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് ഡീകോഡ് ചെയ്ത് ഞാൻ തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ശരിക്കുള്ള വേറൊരു വിഷയം കൂടെ ഇതിനകത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ചൈന ഡീപ് സീക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ AMD H800 എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആ ഒരു ചിപ്സെറ്റ് ആണ് അവർ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഒരു AI ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഈ ഒരു ചാറ്റ് ബോട്ടുകളെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്നത് ഇവർ ഫ്രീ സോഴ്സിൽ ഇരിക്കുന്ന ഡേറ്റാസ് ആണ് ഇവർ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിന് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ChatGPT എൻകൗണ്ടർ ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഈ ChatGPT-യുടെ പേരിൽ ഒരുപാട് കേസുകളൊക്കെ കോടതിയിൽ കിടപ്പുണ്ടെന്നുള്ളതാണ്. സുചിർ ബാലാജി എന്ന് പറഞ്ഞ് ലാസ്റ്റ് മന്ത് ഈ ഒരു ChatGPT-യിൽ 4 വർഷം ഇതിന്റെ ഇനിഷ്യൽ കോ ഫൗണ്ടിങ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു 26 വയസ്സുള്ള ഒരു യുവാവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന് അലിഗേഷൻസ് ഉണ്ട്. ഇത് കൊലപാതകമാണ്, ബാത്റൂമിലാണ് ഡെഡ് ബോഡി കണ്ടെത്തിയത്. അപ്പൊ അവിടെ ബാത്റൂമിൽ ചില അടയാളങ്ങൾ, ചില രേഖകൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന് ചെറിയ ഡൗട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ആത്മഹത്യയല്ല, അവരുടെ മകൻ ആത്മഹത്യ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. അവർ സൗത്ത് ഇന്ത്യൻ ഒറിജിനാണ് ഈ പാരന്റ്സ്. അവർ കാലിഫോർണിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. അപ്പൊ അവിടെയാണ് ഈ ഒരു സുചിർ ബാലാജി എന്ന് പറഞ്ഞ ഈ യുവാവ് ജനിക്കുന്നതും വളർന്നതും പഠിക്കുന്നതെല്ലാം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല രീതിയിലുള്ള ഡേറ്റ പ്രോസസ്സിങ്ങിലും ഇതുപോലത്തെ IT കമ്പ്യൂട്ടർ മേഖലയിൽ അതിവിദഗ്ധനായിരുന്നു എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഒരുപാട് അക്കാഡമിക്സിലൊക്കെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ChatGPT എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിൽ പ്ലേസ്മെന്റ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും പുള്ളിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായത് ഈ കോപ്പിറൈറ്റ്. അതായത് ബേസിക്കലി ChatGPT തുടങ്ങിയ സമയത്ത് അവരുടെ കമ്പനിയുടെ ലോ അനുസരിച്ച് നമ്മൾ ഈ എടുക്കുന്ന സോഴ്സുകൾ, ഫ്രീ സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഡേറ്റാസ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സെയിൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഫ്രീ സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഡേറ്റാസ് സെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ കമ്പനി പതിയെ അവരിങ്ങനെ നഷ്ടത്തിലേക്ക് പോയ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴത്തേക്കും അവർ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ അവർ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ പെയ്ഡ് ആക്കിയ സമയത്ത് ഈ ഒരു ബാലാജിക്ക് അതിനകത്ത് വിയോജിപ്പ് തോന്നുകയും അങ്ങനെ പുള്ളി അതിനെ എതിർത്ത് സംസാരിക്കുകയും ആ കമ്പനിയിൽ നിന്ന് ജോലി വിടുകയുമാണ് ചെയ്തത്. അങ്ങനെ ജോലി വിട്ടതിന് ശേഷം പുള്ളി ഇതിനെതിരെ വിസിൽ ബ്ലോവർ ആയിട്ട് മാറുകയാണ് ചെയ്തത്. ChatGPT-യിൽ അഥവാ OpenAI എന്ന് പറഞ്ഞ കമ്പനിയിൽ നടക്കുന്ന ചില പരിപാടികളെ കുറിച്ച് ഇയാൾ തുറന്നു പറയുകയും ഇയാൾ പല ഏരിയകളിൽ ഇതിനെക്കുറിച്ച് റൈറ്റ് ചെയ്യുകയും ഇത് വിസിൽ ബ്ലോവർ ആയിട്ട് തന്നെ മാറി ഇരിക്കുന്ന അവസ്ഥയായിരുന്നു.
അപ്പൊ അതുകൊണ്ട് ഈ ചാറ്റ് GPT ബന്ധപ്പെട്ട് ഈ ഓപ്പൺ AI കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാവും എന്നാണ് അവരുടെ പാരന്റ്സ് സംശയിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു കേസും ചാറ്റ് GPTക്കെതിരെ കിടപ്പുണ്ട്. പിന്നെ ഈ ചാറ്റ് GPT ശരിക്കും പറഞ്ഞാൽ ഒരു കോപ്പിറൈറ്റ് വയലേഷൻ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 107 കോപ്പിറൈറ്റ് ലോ 1976 ഈ ഒരു ലോ, ഈ ഒരു ആർട്ടിക്കിൾ ലോ വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേസ്. ആർക്കെതിരെ? ചാറ്റ് GPTക്കെതിരെ. കാരണം വേറെ ഒന്നുമില്ല, ഇത് ഫ്രീ ഡേറ്റാസ് മാത്രമല്ല, ഇന്റർനെറ്റിൽ കിടക്കുന്ന സ്ക്രാപ്പ് ഡേറ്റാസ് മാത്രമല്ല, ഇവർ പലരുടെയും സ്ക്രിപ്ചറുകൾ, പല കോപ്പിറൈറ്റഡ് കണ്ടന്റുകൾ വരെ ഇവർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കുറ്റകരമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യമാണെന്നാണ് ബാലാജിയുടെ വിലയിരുത്തൽ. ബാലാജിയുടെ മാത്രമല്ല, കോമൺ സെൻസ് ഉള്ള കോടതിക്കെല്ലാം ഇങ്ങനെ തന്നെയാണ് വിലയിരുത്തൽ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചാറ്റ് GPTയുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഈ ഒരു ഡീപ് സീക്ക് ആയിക്കോട്ടെ, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഡെവലപ്പ് ആയെന്ന് വെച്ചാൽ ഇല്ല. ഇതൊക്കെ അണ്ടർ പ്രോസസിംഗിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇതിനകത്ത് വീഡിയോസ് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് വരത്തില്ല. നമ്മൾ ഒരു ഫോട്ടോ വേണം ചോദിച്ചാൽ ഫോട്ടോ ഒന്നും വരത്തില്ല. അപ്പൊ ഇനിയും ഇതിനകത്ത് എത്രയോ ഡെവലപ്മെന്റ്സിന് സാധ്യതകളുള്ള ഒരു മേഖലയാണിത്. അപ്പൊ അത് നമ്മളിപ്പോ ഡീപ് സീക്കിനെയോ അല്ലെങ്കിൽ ചാറ്റ് GPTയോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചാറ്റ് GPT ഇനിയും ഇതിനകത്ത് റിസർച്ച് വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഡീപ് സീക്കും ഇതിനകത്ത് റിസർച്ച് വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇതിനകത്ത് ആരാണോ ഇനിയിപ്പോൾ അടുത്തത് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇമേജ് വരുന്നത് പോലെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ, അങ്ങനത്തെ ചില കമന്റുകളൊക്കെ ഇമീഡിയറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചില പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് ഡീപ് സീക്കിനെ മറികടക്കും ചാറ്റ് GPTയെ മറികടക്കും ഡീപ് സീക്ക്. ഇതുപോലത്തെ പല കോമ്പറ്റീഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡ് തന്നെയാണ്. ചൈന എന്തോ മഹത്തരമായ കണ്ടുപിടുത്തം നടത്തി എന്നുള്ള രീതിയിലുള്ള ഈ സോഷ്യൽ മീഡിയയുടെ കമന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇത് നോർമലാണ്. അപ്പൊ ഇത് ബേസിക് ആയിട്ട് ചില ടെക്നോളജിക്കലി അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഡീപ് സീക്ക് എന്നുള്ള പറഞ്ഞ കമ്പനി അവർ കൃത്യമായിട്ട് അവർ ചെയ്ത കാര്യം, അവരൊരു സെപ്പറേറ്റ് കമ്പനിയായിട്ട് അതിനെ ലോഞ്ച് ചെയ്ത് ആ കമ്പനിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ് മാത്രം അത് കാണിച്ചുകൊണ്ട് അവർ ഞങ്ങൾ ചെറിയ ചെലവിൽ ഇത് രൂപപ്പെടുത്തി എടുത്തു എന്നുള്ള നിലയിൽ ആൾക്കാരെ വിശ്വസിപ്പിച്ചു. അതാണ് ചൈനയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു സക്സസ്. പിന്നെ ഇത് ഫിൽറ്റേഡ് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിക്കുന്ന ഡേറ്റാസ് എല്ലാം ഫിൽറ്റേഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ചൈന ഡീപ് സീക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഒരു റൂമർ കൂടെ വരുന്നുണ്ട്. ആ റൂമർ വേറെ ഒന്നുമില്ല, ഇത് സേഫ് അല്ല, നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം ചൈന ചോർത്തിക്കൊണ്ട് പോകും എന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട്. റൂമർ ആണെങ്കിലും ഒരു 50% വരെ അത് ഓക്കെയാണ്. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റാസ് കംപ്ലീറ്റ് ചോർത്താൻ വേണ്ടി തന്നെയാണ് അവർ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വായിൽ ചെന്ന് ഡേറ്റാസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും അതിനകത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ചാറ്റ് GPT ആയാലും അങ്ങനെ തന്നെ ഉപയോഗിക്കുക, ഡീപ് സീക്ക് ആയാലും അങ്ങനെ തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ ഇതിനകത്ത് ഫിൽറ്റേഡ് ആണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ഈ ഒരു ഡീപ് സീക്കിനകത്ത് നിങ്ങൾ ഉയ്ഗൂർ മുസ്ലിംസിനെ കുറിച്ചുള്ള ആ ഒരു വിഷയം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീപ് സീക്ക് തരില്ല നിങ്ങൾക്ക്. കാരണം അത് ഓൾറെഡി ഫിൽറ്റേഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് എന്ത് ഡേറ്റ നമ്മൾ കാണണം എന്നുള്ളതിനെ കുറിച്ച് അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ ചാറ്റ് GPTയിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉയ്ഗൂർ മുസ്ലിംസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് കാണാൻ കഴിയും. പക്ഷെ നിങ്ങൾ ഇതുപോലത്തെ ഈ ഒരു സുചിർ ബാലാജിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ ചില കണ്ടന്റ് ചാറ്റ് GPTയിലും ഫുൾ ആയിട്ട് കിട്ടത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഡീപ് സീക്കിൽ കുറച്ച് ട്രാൻസ്ലേഷൻസ് ഒക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എന്തായാലും ഇത് എല്ലാം തന്നെ ഡെവലപ്പിംഗിൽ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം. പിന്നെ ഞാൻ പറഞ്ഞു പോയതിൽ ചിലപ്പോൾ ടെക്നോളജിക്കലി എന്തെങ്കിലും ഫോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ജനറൽ ആയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതേപോലത്തെ സ്പെഷ്യൽ ടോപ്പിക് റിസർച്ചുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.